ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണൻ, സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉണ്ടായിരിക്കുന്ന ഈ കൂട്ടക്കൊലിയും രക്തച്ചൊരിച്ചിലും തുടരുമോ, കോക്കാച്ചി വന്ന് എല്ലാവരും പിടിച്ചുകൊണ്ടുപോവോ, പിന്നെ കറക്ഷൻ വരുന്നതിന് മുമ്പേ എങ്ങനെയാണ് നമുക്ക് കറക്ഷൻ മനസ്സിലാക്കാൻ പറ്റുക, ഇനി എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോയുടെ ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനമെടുക്കാം സബ്സ്ക്രൈബ് ചെയ്ത് തുടരണമോ, നിങ്ങൾക്ക് ഈ ചാനൽ വിട്ടുപോകണമെന്നോ, അതും ഓക്കെ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉണ്ടായിരിക്കുന്ന കറക്ഷൻ എന്തുകൊണ്ടാണ് വന്നത്. ഈ കറക്ഷൻ വരാനുള്ള മെയിൻ കാരണം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 50% മുതൽ 500% വരെയൊക്കെ റിട്ടേൺ 1.5 വർഷത്തിനുള്ളിൽ കൊടുക്കുകയുണ്ടായി. അപ്പൊ ഈ റിട്ടേൺ കിട്ടുമ്പോൾ ഒരു 1.5 വർഷത്തിനുള്ളിൽ 300%, 400% ഒക്കെ റിട്ടേൺ കിട്ടി നമ്മൾ എന്താ ചെയ്യുക? പലർക്കും അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. ഇനിയും നല്ല സ്റ്റോക്കുകളായിരിക്കും, പക്ഷേ മാസത്തെ പ്രതിഭാസം ഇയർ എൻഡ് ക്ലോസിംഗ് ഒക്കെ ആയിട്ട് പലരും അത് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാം, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് ഉണ്ടാവാം, റീറ്റെയിലേഴ്സിന്റെ HNIസിന്റെ സെല്ലിംഗ് ഉണ്ടാവാം. അപ്പൊ ഈ സെല്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാരണം മാത്രമായിരുന്നു സെബിയുടെ വാണിംഗ്. അപ്പൊ സെബിയുടെ വാണിംഗ് വന്നപ്പോൾ ഈ കാരണം ഉണ്ടായിരുന്നു, എന്തായാലും അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. സെബിയുടെ വാണിംഗ് കൂടിയും കിട്ടി, അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതുകൂടാതെ പാനിക് സെല്ലിംഗ് വന്നു. ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ചിരിക്കുന്ന റീറ്റെയിലേഴ്സും അവരോടൊപ്പം ചേർന്ന് അതിന് ആ സെല്ലിങ്ങിൽ പങ്കെടുത്തു. ശരിക്കും റീറ്റെയിലേഴ്സിന് സ്മോൾ ക്വാണ്ടിറ്റി വാങ്ങിച്ച റീറ്റെയിലേഴ്സ് സെൽ ചെയ്യാൻ പാടില്ലായിരുന്നു. അവിടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളോ, അതും ഈ അടുത്ത കാലത്തൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ബുക്കിംഗ് അത് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിറ്റ് ചെയ്യണ ആരാ? ഒരു 2 വർഷം മുന്നേ ഒക്കെ വാങ്ങിച്ച് നല്ല പ്രോഫിറ്റിലായിരിക്കുന്നവർക്ക് അവരുടെ മേജർ പോർട്ട്ഫോളിയോ ചങ്കൊക്കെ വിറ്റിട്ട് വീണ്ടും മാർക്കറ്റൊക്കെ ഒരു ചെറിയ രീതിയിൽ കറക്ഷൻ ചെയ്യുമ്പോൾ തിരിച്ചു വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെയാണ് അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ റെഗുലേറ്റർ വാണിംഗ് കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയാറുള്ള ഒരു കാര്യം ഓർമ്മ വന്നേ. എടാ ചെക്ക അങ്ങോട്ടൊന്നും പോണ്ട, അവിടെ കാട് പിടിച്ച് കിടക്കുക, കോക്കാച്ചി വരും പിടിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറയും. അപ്പൊ അത് പേടിട്ട് കുട്ടികൾ പേടിച്ചിട്ട് അങ്ങോട്ട് പോവാതിരിക്കുവോ? എന്തായാലും കുട്ടികളൊക്കെ അങ്ങോട്ട് പോവും, പക്ഷെ അവരൊന്ന് നോക്കും, എന്താ മുള്ളുണ്ടോ, പാമ്പുണ്ടോ, പഴുതാറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മെല്ലെ ശ്രദ്ധിച്ചൊക്കെ ചെറിയ ചെറിയ ശ്രദ്ധകൾ കൊടുക്കും. ഈവൻ മുത്തശ്ശിമാർക്ക് അതേ വേണ്ടോ, അവര് ശ്രദ്ധിച്ചു പോവാ. അപ്പൊ എന്താണ് ഈ ശ്രദ്ധിച്ചു പോവാന്ന് പറഞ്ഞത്? മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ സെലക്ട് ചെയ്യുക. അപ്പൊ അവിടെ ഒരു കോക്കാച്ചും പിടിച്ചുകൊണ്ടുപോയില്ല. മെയിനായിട്ട് നമ്മൾ വീക്ക് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടാവുക. അവിടെ എന്ത് പറ്റും? ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, പല പല വെസ്റ്റഡ് ഇൻഡസ്ട്രി ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സ്റ്റോക്ക് നമുക്ക് നഷ്ടം വരും, അവർ ലാഭം കൊയ്ത് അവർ മുന്നോട്ട് പോകും. അപ്പൊ ഇത്രയും നമുക്ക് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കറക്ഷൻ വരുമ്പോൾ അക്യുമുലേറ്റ് ചെയ്യുക, കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുക, കുറച്ച് ഫണ്ട് എപ്പോഴും കരുതി വയ്ക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പാഠം. ഇനി നമുക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്സ് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു മേജർ കറക്ഷൻ ഉണ്ടായി. ആ മേജർ കറക്ഷൻ കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായതിനു ശേഷം വ്യാഴാഴ്ച ചില സ്റ്റോക്കുകളൊക്കെ നന്നായിട്ട് ബൗൺസ് ചെയ്തു. അപ്പൊ മേജർ കറക്ഷന് ശേഷം നന്നായി ബൗൺസ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ സ്ട്രോങ് സ്റ്റോക്കുകളായിരിക്കും. പൊതുവെ എല്ലാം അങ്ങനെ ആയിക്കോളണമെന്നല്ല, പൊതുവെ അങ്ങനത്തെ നല്ല സ്റ്റോക്കുകളായിരിക്കും ബൗൺസ് ചെയ്യുക. ചില സ്റ്റോക്കുകൾ ബൗൺസ് ചെയ്യില്ല, ചെറുതായിട്ടേ ബൗൺസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബൗൺസ് ചെയ്യില്ല. അത് ജനറലി വീക്ക് സ്റ്റോക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മാർക്കറ്റിൽ നമുക്ക് ലാഭം കിട്ടുമ്പോൾ അത് പടിപടിയായിട്ട് കിട്ടുള്ളൂ, പക്ഷെ നഷ്ടം വരുമ്പോഴോ ഒറ്റയടിക്ക് പോകും. ചിലപ്പോൾ ഒരു 1, 2, 3 ദിവസത്തെ കറക്ഷനിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു വർഷത്തെ ലാഭം, 1.5 വർഷത്തെ ലാഭമൊക്കെ പോവാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, സ്മോൾ ക്യാപ്പുകൾ ഏകദേശം 50% വരെ കറക്റ്റ് ചെയ്ത സ്മോൾ ക്യാപ്പുകളുണ്ട്. അപ്പൊ ഈ കറക്ഷനൊക്കെ നമുക്ക് എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലാവുക? എക്സ്പീരിയൻസ് കൊണ്ട്, മെഴുകുതിരി പാറ്റേൺ കൊണ്ടും അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ടെക്നിക്കൽ അനാലിസിസും കാൻഡിൽസ്റ്റിക് പാറ്റേണും ഒക്കെ നമുക്ക് ഡേ ടു ഡേ ട്രേഡിങ്ങിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ ഇത്തരം കറക്ഷനുകളിൽ അത് നമുക്ക് അത്ര ഉപകാരപ്രദം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസിന്റെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്, ചില സ്റ്റോക്ക് പിക്കുകളാണ്. ആ സ്റ്റോക്ക് പിക്കുകൾ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച്
നിങ്ങൾക്ക് ഞാനൊരു എനിക്ക് വേണ്ടി പിക്ക് ചെയ്യുന്ന സ്റ്റോക്സിന്റെ ഒരു റെഫറൻസ് തരാണ്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. റെയിൽവേ സ്റ്റോക്കുകൾ ഒരു മേജർ കറക്ഷൻ വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് 1.5 മാസം മുമ്പാണ്, അതായത് ഫെബ്രുവരി 5-ാം തീയതി. അപ്പോൾ ആ ദിവസം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മെജോറിറ്റി റെയിൽവേ സ്റ്റോക്കുകളൊക്കെ അന്ന് വിറ്റിരുന്നു. മെയിനായിട്ട് റെയിൽടെൽ, RVNL, ഇർക്കോൺ, അതുകൂടാതെ ഹുഡ്കോ, അങ്ങനത്തെ കുറേ കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ അന്ന് ഫെബ്രുവരി 5-ാം തീയതി വിറ്റിരുന്നു. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നത് ഒരു 1.5 വർഷം മുന്നാണ്. RVNLന്റെ ആവറേജ് ബൈങ് പ്രൈസ് 70 283 വിറ്റത്. അതുകൂടാതെ റെയിൽടെൽ 118 120 മറ്റോ ആയിരുന്നു. അങ്ങനെ എല്ലാ സ്റ്റോക്കുകളും വളരെ ഒരു 300-400% റിട്ടേൺ, 200-400% റിട്ടേൺ തന്ന സ്റ്റോക്കുകളായിരുന്നു അധികവും. അപ്പോൾ അത് വിൽക്കാൻ കാരണം മെയിനായിട്ട് സ്ക്രീൻ നോക്കിയിട്ടാണ്. അയച്ചിട്ട് നിങ്ങൾ എപ്പോഴും സ്ക്രീൻ നോക്കി പറയൂ എന്താണ് മാർക്കറ്റിൽ, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ആ സ്റ്റോക്കുകളൊക്കെ അന്ന് വിറ്റിരുന്നത്. അന്നേ ദിവസം തന്നെ ഫെബ്രുവരി 5-ാം തീയതി ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിരുന്നു, അതാണ് ത്രിവേണി ടർബൈൻ. അപ്പൊ ഇത്രയും സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ടായിരുന്നു. ത്രിവേണി ടർബൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ത്രിവേണി ടർബൈൻ ഇന്നും 100 രൂപ മുകളിലാണ്. പിന്നീട് ഏകദേശം ഒരു മാസത്തോളം മാർക്കറ്റ് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ വോളട്ടൈലായിരുന്നു. ചിലപ്പോൾ മുകളിൽ പോകും, ചിലപ്പോൾ താഴെ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു മാസം കഴിഞ്ഞു. മാർച്ച് 6 ഞാൻ കോഴിക്കോട്ടേക്കുള്ള ഒരു ചെറിയ ട്രെയിൻ യാത്രയിലായിരുന്നു. യാത്രാ മധ്യത്തിലായിരുന്നു. ഞാൻ എന്റെ സെറോദ ആപ്പ് എടുത്ത്, ഞാൻ എല്ലാ നേരമൊന്നും ഇത് നോക്കിയിരിക്കാറില്ല, പ്രൈസ് മൂവ്മെന്റ് ഒന്നും. അപ്പൊ അതെടുത്ത് നോക്കിയപ്പോൾ സ്റ്റോക്കുകളൊക്കെ ചെറിയ കറക്ഷൻ ഉണ്ട്. വലിയ കറക്ഷൻ ഒന്നുമില്ല, വലിയ സെൽ ഓഫ് ഒന്നുമല്ല. പക്ഷെ എല്ലാം മൊത്തത്തിൽ ഒരു റെഡാണ്. സ്ക്രീൻ കംപ്ലീറ്റ് റെഡാണ്. ചിലത് 2%, ചിലത് 1%. സംഗതി പന്തിയല്ല. പിന്നെ തീരുമാനം ഒറ്റ മിനിറ്റിലെടുത്തേ. ഒന്ന് ആലോചിച്ചു. കാരണം ഇതൊക്കെ ഞാൻ ലോങ് ടേമിന് വേണ്ടി വാങ്ങിച്ച സ്റ്റോക്കുകളാണ്. 3 ഇയേഴ്സിനും 5 ഇയേഴ്സിനൊക്കെ വാങ്ങിച്ച സ്റ്റോക്കുകളാണ്. ആലോചിച്ചു, ഓക്കെ, ഇതിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട്. ചിലപ്പോൾ ഇത് നല്ലൊരു കറക്ഷൻ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് വരാനുള്ള സാധ്യത കാണുന്നു. ഈ സ്റ്റോക്കുകളൊന്നും വിട്ട് കളയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ അവസരമാണ്. എനിവേ മാർച്ചിൽ ഇയർ എൻഡിൽ എനിക്കും ചില ഒബ്ലിഗേഷൻസിന്റെ ചില സ്റ്റോക്കുകളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനം ഉടനെടുത്തു. 11:38 മുതൽ 12:40 വരെ ഉള്ള സ്റ്റോക്കുകളൊക്കെ ഏകദേശം കുറെ സ്റ്റോക്കുകൾ വിറ്റഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ആലോചിച്ചു, ഓക്കെ, എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആത്മാർത്ഥമായിട്ട് അവരോടും ഈ കാര്യമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ താമസിച്ചില്ല. പിന്നെ ഒന്ന് ആലോചിച്ചു, ഇതിപ്പോ ഇവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എങ്ങനെ ഇത് എടുക്കുക, മാർക്കറ്റ് കറക്റ്റ് ചെയ്തില്ല വെച്ചാൽ ചോദ്യം വരാം. അപ്പൊ അത് കാരണം വളരെ കെയർഫുള്ളി വേർഡഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിറ്റിക്ക് പോസ്റ്റ് ചെയ്യുക ചെയ്തത്. സിൻസിയർ ആണ്. എനിക്കൊരു ഹിഡൻ അജണ്ട ഇല്ല അവിടെ. ഞാനവിടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും എന്റെ പാഷൻ കൊണ്ടാണ്, സ്റ്റോക്ക് മാർക്കറ്റിനോടുള്ള എന്റെ പ്രേമം കൊണ്ടാണ് സത്യത്തിൽ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോ ചെയ്യാൻ വരില്ല. കാരണം എന്റെ കംഫർട്ട് സോണേ അല്ല വീഡിയോ ചെയ്യലൊക്കെ. ഇതൊന്നും എനിക്ക് അറിയാത്ത സംഭവമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യണം, അതൊക്കെ ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് അത്രയും സ്റ്റോക്ക് മാർക്കറ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 10-30 വർഷം ഇതിലുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി, ഇങ്ങനത്തെ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ വന്ന് ചേർന്നതാണ് യാദൃശ്ചികമായിട്ട്. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും വേണം. നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് ഇത് കൊണ്ടുപോകാനുള്ള പ്രചോദനം കിട്ടുള്ളൂ. അതിനുശേഷം ഭീകരമായ ആ ദിവസമെത്തി. മാർച്ച് 13-ാം തീയതി പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്തു. പല സ്റ്റോക്കുകളും 10%, 20% വരെ ഇടിഞ്ഞു. എല്ലായിടത്തും പാനിക് സിറ്റുവേഷൻസ്. സോ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ബാക്കിയുള്ള സ്റ്റോക്ക് കൂടി വിറ്റിട്ട് പേടിച്ചിരിക്കുകയാണോ? അല്ല. കാരണം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണ്, നമ്മളൊരു ട്രേഡർ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിശ്വസിക്കുന്നു, ഇന്ത്യൻ സ്റ്റോറിയിൽ വിശ്വസിക്കുന്നു, റെയിൽവേ സ്റ്റോക്കിൽ വിശ്വസിക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഒരു ഇത്ര 20%, 40%, 30% കറക്റ്റായ സ്റ്റോക്കുകൾ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും ഉള്ളതും കൂടി വിൽക്കുക ചെയ്യാം? അല്ല. ആ ദിവസം ഞാൻ പർച്ചേസ് നടത്തി. ഞാൻ വാങ്ങിച്ച സ്റ്റോക്കുകളായിരുന്നു ഗ്രാവിറ്റ ഇന്ത്യ, ഗബ്രിയൽ ഇന്ത്യ, RVNL, ജയകുമാർ ഇൻഫ്ര, ഇൻഡോബോറാക്സ്, ടിറ്റാഗർ വാഗൺ, LIC, ടെക്സ്മാക്കോ റെയിൽ. ഇതൊക്കെ ഞാൻ അന്ന് വാങ്ങിച്ചു. ഇതിൽ പലതും ഞാൻ അന്ന് മാർച്ച് 6-ാം തീയതി വിറ്റതായിരുന്നു.
പക്ഷേ പലതും തിരിച്ചു വാങ്ങിച്ചു, ചില സ്റ്റോക്കുകൾ ആഡ് ചെയ്തു. ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുന്നത് ഈ സ്റ്റോക്കുകളൊക്കെ. RVNL നമുക്ക് എത്ര 221 കിട്ടാറ്. ഏത് വരെ ഇതിന്റെ ഹൈ എത്രയായിരുന്നു? 380 മറ്റോ ആയിരുന്നല്ലോ. അപ്പൊ ഇത്തരം സ്റ്റോക്കുകൾ അന്ന് നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. മേജർ കറക്ഷനിൽ എല്ലാവർക്കും അറിയണ കാര്യമാണ്, കറക്ഷനിൽ നമ്മൾ വാങ്ങിക്കണം, പക്ഷെ ആക്ഷൻ എടുക്കാറില്ല. ഈ ആക്ഷൻ എടുക്കേണ്ടതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിക്കുക എങ്ങനെയാണ്? നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ലിവറേജ് എടുത്തിട്ടോ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് നടത്താതിരിക്കുക. കുറച്ച് ഫണ്ട് എപ്പോഴും സൈഡിൽ മാറ്റി വയ്ക്കുക, കറക്ഷനൊക്കെ വരുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ട്രസ്റ്റുള്ള സ്റ്റോക്ക് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കുക. ഫണ്ടമെന്റലി സ്ട്രോങ് ഉള്ള സ്റ്റോക്കുകൾ മാത്രം വാങ്ങിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടോ? വളരെ സിമ്പിളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം അടുത്ത ദിവസം മാർച്ച് 14-ാം തീയതി മാർക്കറ്റ് തുറന്നപ്പോൾ 8% മുതൽ 15% വരെ തിരിച്ചു കയറി. ഓക്കെ, അപ്പൊ ഈ തിരിച്ചു കയറിയ സ്റ്റോക്കൊക്കെ നമുക്ക് അനുമാനിക്കാം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണെന്ന്. അല്ലെങ്കിൽ ഇത്രയും വലിയ കറക്ഷൻ ചെയ്തിട്ട് ഇത്ര പെട്ടെന്ന് കയറി. ഇനി സ്റ്റോക്കുകളൊക്കെ കുറച്ച് കൺസോളിഡേറ്റ് ആവും, കുറേയും കൂടി കറക്റ്റ് ചെയ്യും, കുറച്ച് മുകളിലൊക്കെ പോവും. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? കോക്കാച്ചി വന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നില്ല. നമ്മൾ ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കോക്കാച്ചിക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി എങ്ങോട്ടെന്നുള്ള ഉത്തരം മാർക്കറ്റ് മുകളിലേക്കായിരിക്കും. ലോങ് ടേം ബുൾ മാർക്കറ്റാണ്. മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും ഇന്നത്തെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പാണ് നാളത്തെ ലാർജ് ക്യാപ്സ്. അപ്പൊ അവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ വാങ്ങിക്കുന്ന ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ആണെങ്കിൽ കൂടി നമ്മൾ വാങ്ങിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. അപ്പം ഓൾറെഡി ഞാനൊരു സീരീസ് പോർട്ട്ഫോളിയോ ചെയ്ത് 20 സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പോർട്ട്ഫോളിയോ സീരീസ് ആണ്. ഇതിലിപ്പോൾ 3ാമത്തെ സ്റ്റോക്കാണ് എന്ന് പറയാൻ പോകുന്നത്. ഇത് സ്റ്റോക്കിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. കാര്യമായിട്ട് അതിൽ ഫണ്ടമെന്റൽ അനാലിസിസ് നിങ്ങൾ തന്നെ നടത്തുക. കാരണം നോ പെയിൻ നോ ഗെയിൻ എന്നല്ലേ, നമ്മളും അതിൽ കാര്യമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് വേണം സ്റ്റോക്ക് പിക്കിങ്ങിൽ. അപ്പൊ ഇന്നത്തെ സ്റ്റോക്ക് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ടിറ്റാഗർ വാഗണാണ്. റെയിൽവേ സ്റ്റോക്കാണ്, പ്രോമിസിംഗ് സ്റ്റോക്കാണ്. 1250 വരെ ഹൈ പോയിരുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്ക് അവൈലബിൾ ആണ് 847 രൂപയ്ക്ക്. ഗിഫ്റ്റ് നിഫ്റ്റി കുറച്ചൊക്കെ താഴെയാണ്. ചിലപ്പോൾ അത് നമുക്ക് മൺഡേ മാർക്കറ്റ് തുറക്കുമ്പോൾ 820 കിട്ടിയേക്കാം. ഒരു 50% ക്വാണ്ടിറ്റി ഞാൻ 820 വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് കഴിഞ്ഞ് മാർക്കറ്റ് ആ സ്റ്റോക്ക് വീണ്ടും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 700 രൂപയ്ക്ക് അടുത്ത് കൂടുതൽ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ കമന്റ് എന്താണ്? അത് കമന്റ് ബോക്സിൽ ഇടുക. ഇത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ? ഇത് ഏതാണ് എന്താണ് ഇതിന്റെ ടാർഗറ്റ്? എത്ര മുകളിൽ പോകുക? ഇതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതിനു മുൻപ് ഞാൻ ചെയ്ത 22 സ്റ്റോക്കുകളുടെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പോർട്ട്ഫോളിയോ നമ്പർ 1 എന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തേക്ക് ഇത്രമാത്രം. എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.